അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ കറി കുക്കറിൽ ഉണ്ടാക്കാം. ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നന്നായി കഴുകി നമ്മൾ കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചത്. അതിലേക്ക് പച്ചമുളകും വലിയ സവാളയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ ഇളക്കാം. ഇപ്പം അരപ്പൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ട് ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇടാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കൻ അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ചിക്കൻ മസാല ഇടാം. പൊടി വഴറ്റുമ്പോൾ ചിക്കൻ മസാല ഇടാതെ ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മണമൊക്കെ നല്ല പോലെ നിൽക്കും. ചിക്കൻ വേയുമ്പോൾ വെള്ളം ഉണ്ടാവും, എന്നാലും നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചിക്കൻ കറി അല്ലേ, വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് ഇനി കുക്കർ അടച്ച് വെക്കാം. ഒരു 2 വിസിൽ കൂക്കി കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കറി റെഡിയായി. നമ്മൾ ചെയ്യാം. കുറച്ച് സമയം വെച്ചിട്ട് നമ്മൾ ചിക്കൻ കറി തുറക്കുകയാണ്. നല്ല മണമാണ് തുറക്കുമ്പോൾ തന്നെ. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയും വേണ്ടല്ലോ, അടിപൊളിയാണ്. കറിയായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാനൊന്ന് തിളപ്പിച്ചു, അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പം നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.